പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധവും ശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചെറിയ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും ആശ്വാസവുമായി തീരട്ടെ എന്ന് ഈ രാത്രികാലം ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ചിന്ത വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥൻ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും കർത്താവ് സമീപസ്ഥനായി കൂടെ നിൽക്കുവാൻ ഇടയായിത്തീരും. ആമേ, സമീപസ്ഥനായി മറ്റ് ഒരു മനുഷ്യനും നമ്മോടൊപ്പം ഉണ്ടാകത്തില്ല. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ, ചില അനുഭവങ്ങൾ വരുമ്പോൾ, ചില സാഹചര്യങ്ങളുടെ നടുവിൽ നാം പ്രതീക്ഷിക്കുന്നവരാരും നമ്മോടൊപ്പം ഉണ്ടാകത്തില്ല. എന്നാൽ ദൈവാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, കർത്താവിനെ യഥാർത്ഥമായി വിളിച്ചപേക്ഷിക്കുന്നവരുടെ മുമ്പിൽ കർത്താവ് ദൂരെ മാറി നിൽക്കുന്നവനല്ല, സമീപസ്ഥനായി സർവശക്തനായ ദൈവം കൂടെ നിൽക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ കൂടെ സർവശക്തനായ ദൈവം ഉണ്ടാകും. ഒരു പക്ഷേ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരാരും കാണില്ല, ഭർത്താവ് കാണില്ല, ഭാര്യ കാണില്ല, മക്കൾ കാണില്ല. സമീപേ ആരും ഇല്ലാതിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം വ്യക്തമായി പറയുന്നു, ഞാൻ നിന്റെ സമീപസ്ഥനായി മാറിപ്പോകാതെ ദൂരെ നിൽക്കാതെ നിന്റെ ആവശ്യങ്ങളുടെ നടുവിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുവാനിടയായിത്തീരും. അതിനാധാരമായിട്ട് 145 സങ്കീർത്തനം 18 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനെന്നല്ല പറയുന്നത്, സത്യമായും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം സമീപസ്ഥനായി നിൽക്കുന്ന ദൈവമാണ്. ഒരു ചടങ്ങ് തീർക്കാൻ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കൂടെ നിൽക്കുന്ന ദൈവമല്ല. മറ്റുള്ളവരുടെ മുന്നിൽ പ്രഗത്സന രൂപേണ വിളിച്ചപേക്ഷിച്ചാൽ പ്രവർത്തിക്കുന്ന ദൈവമല്ല. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സത്യമായി വിളിച്ചപേക്ഷിക്കുവാൻ, വിളിച്ചു പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാകുന്നു എങ്കിൽ നിന്റെ വിഷയത്തിൻ്റെ നടുവിൽ, നീ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ നടുവിൽ, നീ പ്രയാസപ്പെടുന്ന വിഷയത്തിൻ്റെ നടുവിൽ, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ ദൈവാത്മാവ് സമീപസ്ഥനായി തുണയായി നിൽക്കുവാൻ തക്കവണ്ണമിടയായി തീരും. സമീപസ്ഥനായി ആരും ഇല്ല എങ്കിലും, ചില സാഹചര്യങ്ങളുടെ നടുവിൽ ആരും പ്രവർത്തിക്കുവാൻ കടന്നു വന്നില്ല എങ്കിലും ദൈവാത്മാവ് പറയുന്നു, ദൈവാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകുവാനിടയായി തീരും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അധ്യായത്തിൽ, വാക്യത്തിൽ തന്നെ കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ മഹത്വവും കരുണയും ദയയും വിശ്വസ്തതയും ഒക്കെയാണ് അവിടെ കാണിക്കുവാനിടയായി തീരുന്നത്. ദൈവത്തിന്റെ മഹത്വം അവിടെ കാണിക്കുന്നുണ്ട്, കരുണ കാണിക്കുന്നുണ്ട്, ദൈവത്തിന്റെ കരുണ കാണിക്കുന്നുണ്ട്. ഒരു കണ്ണിനും തോന്നാത്ത ദയ ദൈവാത്മാവ് നമ്മോട് കാണിക്കുന്നുണ്ട്. ഒരു ഹൃദയത്തിനും തോന്നാത്ത കരുണ ദൈവാത്മാവ് കാണിക്കുന്നുണ്ട്. വിശ്വസ്തത കാണിക്കുന്നുണ്ട്. ദൈവാത്മാവിൽ വിശ്വസ്തതയാണ് കാണിക്കുന്നത്. മറ്റുള്ളവരുടെ വിശ്വസ്തത നമ്മിൽ നിന്ന് അകന്നു മാറുമ്പോൾ, വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, സർവശക്തനായ ദൈവം വിശ്വസ്തതയോടുകൂടി നമ്മോടൊപ്പം, നമ്മോട് ചാരെ നിന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി തീരും എന്ന് വ്യക്തമായി ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഇവിടെ സത്യത്തോടു കൂടെ ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണെങ്കിൽ ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു മനുഷ്യനെയും ദൈവം തള്ളിക്കളയുന്ന ദൈവമല്ല, പരാജയപ്പെടുത്തി കളയുന്ന ദൈവമല്ല. നീ ഏത് വിഷയത്തിന്റെ നടുവിലാണോ പ്രാർത്ഥിക്കുന്നത്, സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന അവിടെ ദൈവം പ്രവർത്തിക്കുവാനിടയായി തീരും. അവിടെ പ്രധാന സന്ദേശം എന്ന് പറയുന്നത് ദൈവം തന്റെ ജനത്തിൽ നിന്ന് അകലെയല്ല എന്നവിടെ വെളിപ്പെടുത്തുവാനിടയായിരുന്നു. ദൈവം തന്റെ ജനത്തിൽ നിന്ന് അകലെയല്ല, സമീപമാണ് എന്നവിടെ വെളിപ്പെടുത്തുന്നു. പിന്നെ കാണാൻ കഴിയുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരോട് അവൻ സമീപസ്ഥനായി നിൽക്കുവാനിടയായി തീരും. അപ്പോൾ ഏത് വിഷയത്തിന്റെ നടുവിലും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ നീ തയ്യാറാകുന്നു എങ്കിൽ കർത്താവ് സമീപസ്ഥനായി കൂടെ നിൽക്കും. അവൻ പ്രാർത്ഥന കേൾക്കുകയും മറുപടി നൽകുകയും ചെയ്യും എന്നവിടെ പറയുന്നുണ്ട്. പ്രാർത്ഥന കേൾക്കുകയും
മറുപടി നമുക്ക് നൽകി തരുവാനിടയായി തീരുകയും ചെയ്യും. അതിനോടനുബന്ധിച്ച് ഒരു വാക്യം കൂടെ വായിക്കുന്നു. ആവർത്തന പുസ്തകം 4:7. നമ്മുടെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് സമീപസ്ഥനാണ്. അവൻ നമുക്ക് സമീപസ്ഥനാണ് എന്ന് അവിടെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. വിളിച്ചപേക്ഷിക്കുന്ന ഏതു വ്യക്തിക്കും കർത്താവ് സമീപസ്ഥനാണെന്ന് ആവർത്തന പുസ്തകം വ്യക്തമായി 4:7 വിളിച്ചു പറയുക. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ആമേൻ, ആരും തുണയില്ല എങ്കിലും, ആരും സഹായമായില്ല എങ്കിലും, ആരും സമീപസ്ഥനായില്ല എങ്കിലും, ആമേൻ, വിശ്വസ്തത പുലർത്തുന്ന, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ, സമീപേ നിൽക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ പ്രത്യാശയോട് ഇന്ന് രാത്രികാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സങ്കീർത്തന 34:18 യഹോവ ഹൃദയം തകർന്നവർക്ക് സമീപസ്ഥനായിരിക്കുന്നു. അപ്പൊ ഹൃദയ നുറുക്കത്തോടെ, തകർന്ന മനസ്സോടെ ആമേ വിഷയത്തിന്റെ നടുവിൽ പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണോ? പരിഭവം പറയാതെ, ആമേ വ്യാകുലത പറയാതെ, ആമേൻ ആരെയും പഴിചാരാതെ, ആമേ ക്രിസ്തുവിന്റെ സന്നിധിയിൽ തകർന്ന ഹൃദയത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായും ദൈവാത്മാവിന്റെ ഒരു അത്ഭുത പ്രവൃത്തി നിന്നിൽ അവിടുന്ന് വെളിപ്പെടുവാനിടയായി തീരും. ആമേൻ. ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. വിഷയത്തിന് പരിഹാരം നൽകി തരുന്ന, സമീപേ നിൽക്കുന്ന യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് പ്രത്യാശയിൽ മുന്നോട്ട് പോകാം. ചിന്തകളാൽ ഒടിയ തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.